ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴും ഒരു ബൗളിലോട്ട് ഒരു കപ്പോളം പുളിയില്ലാത്ത തൈരും, ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കടലമാവുണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പോളം ഒട്ടും തന്നെ പുളിപ്പില്ലാത്ത നല്ല കട്ട തൈര് നോക്കി ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂണോളം, സാധാരണ നമ്മൾ ടേബിൾ സ്പൂണിൻ്റെ അളവൊക്കെ എടുക്കുകയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിയൊരു സ്പൂണാണ്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനൊരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ കട്ടകൾ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുളിയുള്ള തൈര് ഇതിന് യൂസ് ചെയ്യരുത് കേട്ടോ. ഒന്നുകിൽ പുളിയില്ലാത്ത തൈര് അല്ലെങ്കിൽ യോഗട്ടിലും ചെയ്തെടുക്കാം. അപ്പോൾ ദാണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ദാണ്ട് അതിൻ്റെ കട്ടകളൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ട ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചട്ടിയിലാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചട്ടി ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കൊരു 10-12ഓളം വെണ്ടയ്ക്ക എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണെന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് അധികം വെണ്ടയ്ക്കൊന്നും വേണ്ട, കൂടിപ്പോയാൽ ഒരു 12 അത്രയൊക്കെ മതിയാവുകയും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ നീളത്തിൽ അരിഞ്ഞതിന് ഒരു കാരണം കൂടെ ഉണ്ട്. ഈ വെണ്ടയ്ക്കകത്ത് ഒരു വഴുവഴുപ്പുണ്ടല്ലോ, ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് അതിൻ്റെ വഴുവഴുപ്പ് അങ്ങ് മാറുന്നുണ്ട്. ഈ വട്ടത്തിലൊക്കെ നമ്മൾ കുഞ്ഞതായിട്ട് അരിയുമ്പോഴത്തേനും കുറച്ച് സമയവും കൂടെ എടുക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ആക്കിയത്. അപ്പോൾ ഇനി ഇത് അതിൻ്റെ ഒരു നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ദാണ്ട ഒന്ന് ആയിട്ടുണ്ട് കണ്ടോ. കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാവുന്ന സമയത്തേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാനൊരു ചെറിയ സവാള എടുത്ത് ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. പെട്ടെന്ന് തന്നെ ഇങ്ങ് ആയി കിട്ടും, കുറച്ചല്ലേ ഉള്ളൂ. അത് തന്നെയല്ല, ചട്ടി നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷെ ചേർക്കുന്നില്ല. ഇപ്പോൾ ദാണ്ട നമ്മുടെ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി, ഒരുപാട് നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഒരു ടീസ്പൂണോളം, ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂണൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാതെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദാണ്ടേ ഞാൻ ഒന്നും കൂടെ മിക്സാക്കി ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെയും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചട്ടിയായതിൻ്റെ പേരിൽ തന്നെ വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. കാര്യം ഓൾറെഡി ചട്ടി നല്ല ചൂടായി കിടക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. നല്ലപോലെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറ്റിയെടുക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങ് ഓൺ ആക്കിയാൽ മതി. ഇപ്പോൾ ദാണ്ട പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തൈരിൻ്റെയും കടലമാവിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരാൾ എന്നോടൊരു സംശയം ചോദിച്ചിരുന്നു, എന്തിനാണ് ഈ കടലമാവ് ചേർക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ കടലമാവ് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഈ തൈര് ഇങ്ങനെ പിന്നെ പിരിഞ്ഞു പോകുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ നമുക്ക് വേണ്ട കേട്ടോ. എത്ര സമയം വേണമെങ്കിലും ഇട്ട് തിളപ്പിക്കാം, ഒരു കുഴപ്പമില്ല, പിരിയൊന്നുമില്ല.
അപ്പം അത് ഞാൻ ചേർത്തിട്ട് ആ ബൗളിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കടലമാവ് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതങ്ങ് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മിക്സാക്കി ഇടയ്ക്കൊന്ന് മിക്സാക്കി ഇങ്ങനെ ഇളക്കി ഇരിക്കണേ. ചിലപ്പോൾ കടലമാവൊക്കെ അടി പിടിച്ച് ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അവിടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തിളച്ച് കിട്ടണം. അതായത് കടലമാവിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ പാകം വരെ മതി. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് കറി വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ദാണ്ട കണ്ടോ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറി, വെണ്ടയ്ക്ക മോരുകറിയാണ് ഇത്. കണ്ടോ, ഒട്ടും തന്നെ പിരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല ക്രീമിയാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം. അപ്പം എന്തായാലും ഇതുപോലെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും